നിമിഷ. പോരാട്ടങ്ങളുടെ തീച്ചുളയിലൂടെ സമരവീര്യവുമായി ഭൂമിയെ ചുവപ്പിക്കാൻ നടന്ന നക്സൽ നേതാവ് സഖാവ് മത്തായിക്കുട്ടിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. അണ്ണ ഒന്ന് മാറിക്കണ്ട, മുഖം കാണിച്ചതല്ലേ. മരണസമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മകൻ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്, മിസ്റ്റർ മോസ്കോ സണ്ണി. മരിക്കുന്നതിന് മുമ്പ് എന്താണ് അദ്ദേഹം അവസാനമായി നിങ്ങളോട് പറഞ്ഞത്? പറഞ്ഞോളൂ, അധികം ആലോചനയൊന്നും വേണ്ട, വേഗം പറയൂ. വയനാട്ടിൽ പോലീസ് വെടിവെപ്പ്. അരി തേടിയെത്തിയ മാവോയിസ്റ്റുകളെ തണ്ടർബോൾട്ട് വെടിവെച്ചു കൊന്നു. നീ ഒന്ന് ഒരു കാലത്ത് കുടം പിടിക്കും. എന്നാൽ യാഥാർത്ഥ്യം അപ്പനിലെ നക്സലൈറ്റ് അവസാന നിമിഷം വരെ വിപ്ലവം വരുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഒടുവിലായി പറഞ്ഞത് വിപ്ലവം വിജയിക്കട്ടെ എന്നായിരുന്നു. നിങ്ങളെ അച്ഛന്റെ ഈ വിയോഗം എങ്ങനെയാണ് ബാധിക്കുന്നത്? നന്നായി ബാധിച്ചിട്ടുണ്ട്. അച്ഛൻ ഉറങ്ങാറുണ്ടായിരുന്നോ? ശരിക്ക് അച്ഛൻ ഉറക്കം മാത്രമേ ഉള്ളായിരുന്നു. നല്ല രീതിയിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുമായിരുന്നോ? കഴിക്കുമായിരുന്നു, ഷവർമയൊക്കെ. ഇതിവിടെ പാളി. ഇന്നലെ ഇവിടെയാണോ കിടന്നത്? കേട്ടൊരു രാശിയില്ലാത്ത ഒരാളോ എന്നാലിരിക്കട്ടെ. ഞാനില്ലേ കൂടെ? ഇനി ഞങ്ങളുടെ റീത്ത് കണ്ടാ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. പന്തൽ വിളിച്ചളയരുതേ. ചുരുക്കി പറഞ്ഞ ഒരു തോൽവി കൂടി നമുക്ക് ആ ഡയറിയിൽ എഴുതാം. ഇനി ആരെ റീത്ത് വെക്കാൻ സമ്മതിക്കണ്ട. ശരിയാ, മരിച്ച നസ്കലേറ്റിന് ഒരു ബ്രീത്തിങ് സ്പേസ് ഇട്ടിട്ട് വാട്സപ്പ് നോക്കി ഫീലിങ്സ് ആണ് അടിച്ചിരിക്കാതെ ഇത് കൊണ്ട് ഫ്രിഡ്ജ് വെക്ക്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഉപയോഗപ്പെടും. ബോഡി എടുക്കാൻ താമസിക്കുവോ? പഞ്ചായത്ത് യോഗം നടന്നുകൊണ്ടിരിക്കുവോ? പോയിട്ട് ചെറിയ അത്യാവശ്യം ഉണ്ടായിരുന്നു. വൈകും. ജഡ്ജി അദ്ദേഹം വരാൻ വെയിറ്റ് ചെയ്യുക. പിന്നെ MLA എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോവാന്നോ? പോയിട്ട് വരും. റെഡി ആയിട്ട് വെച്ചോ. ഒന്നും വേണ്ട, ശരി. ഓക്കെ സുണ്ടാമ്പറ, ഇന്നെങ്കിലും എന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരണേ. ഒരു വീട്ടിൽ ഒരു മുട്ടക്കോഴി പദ്ധതിയല്ലേ, അത് ഞാൻ മറക്കുവോ? അല്ല, മോളുടെ ചികിത്സാ കാര്യം എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. ധന്യമോളുടെ കാര്യമല്ലേ? അത് പ്രസിഡന്റിന്റെ മേശപ്പുറത്താ. ഇന്ന് ശരിയാക്കാം കേട്ടോ. ഉപേക്ഷ വിചാരിക്കരുത്, വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. എന്നെ ഇങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ എന്റെ ചേച്ചി. നിങ്ങളുടെ വാർഡ് മെമ്പർ പുഷ്കരനല്ലേ? അങ്ങനോട് ഒന്ന് പറഞ്ഞേക്കണേ. ഈ വാർഡ് മാറിയുള്ള കരുതൽ പുള്ളിക്ക് പിടിക്കത്തില്ല, അതുകൊണ്ടാ. ചെല്ലട്ടെ. സോറി. പിള്ളച്ചേട്ടാ, പട്ടണകടവ് പാലമഴിമതി CBI അന്വേഷിക്കുക. സുനന്ദയെ കാണാത്തോണ്ട് പ്രതിപക്ഷം വാക്കൗട്ട് നടത്തി. ഞങ്ങൾക്ക് പേര് ഇറങ്ങി. പിന്നെ കുടുംബശ്രീ യോഗം കഴിഞ്ഞപ്പോഴാ പഴയ നക്സൽ മത്തായിക്കുട്ടി മാപ്പിള ദിവംഗതനായ വിവരം അറിഞ്ഞത്. മനുഷ്യത്വക്കല്ലേ വലുത്. ഒന്ന് അവിടെ വരെ പോയി. അതിന് സുനന്ദയുടെ വാർഡല്ലല്ലോ ഇത്രയും മനുഷ്യത്വം കാണിക്കാൻ. വാർഡൊക്കെ നോക്കി മനുഷ്യത്വം കാണിക്കാൻ പറ്റൂ? ഇത്ര രഹസ്യമായിട്ട് എങ്ങനെ മരിക്കാൻ പറ്റുന്നു? എൻ്റെ വാർഡിലായിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല. ഒന്ന് വിളിച്ചു പറഞ്ഞത് പോലും. ഒരു മെസ്സേജ് എങ്കിലും. മീറ്റിംഗ് ഉച്ച കഴിഞ്ഞ് മതി, നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. ഇലക്ഷൻ വരികയല്ലേ. ഏയ്, എവിടെ പോവാ? എല്ലാരും ഇരിക്കുക അവിടെ. ഏതോ ഒരു നക്സലി എത്തതിന് പഞ്ചായത്തിന് അവധിയോ? നമുക്ക് ഇവിടെ 100 കാര്യങ്ങളല്ലേ പാസ്സാക്കാൻ. അതെ, അതാണ്. വർക്കിച്ചായന് ഒരേ ഏക്കർ പാടവും കായലിന്റെ മൂലയും നികത്തണം. കുഞ്ഞപ്പഞ്ചേട്ടന്റെ ഭാര്യയുടെ വീട് വേണ്ടേ? തീർച്ചയായിട്ടും. പിന്നെ പ്രസിഡന്റിന്റെ വാർഡിൽ മഴക്കുഴി. നീനയ്ക്ക് തൊഴിലുറപ്പുകാരെ കൊണ്ട് കപ്പത്തോട്ടത്തിൽ എലി നിർമാർജനം. പിന്നെ എനിക്ക് യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ധനസഹായം. വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ട് വീതം വെക്കല്, ദുരിതാശ്വാസ ക്യാമ്പിൽ ബാക്കി വന്ന സാധനങ്ങളുടെ ലേലം വിളി, കുടിവെള്ളം, കക്കൂസ്, ഇതൊക്കെ ആര് നടത്തും? ഞാനിതങ്ങോട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഇപ്രാവശ്യമെങ്കിലും നമ്മുടെ യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ചികിത്സാ സഹായം ഒന്ന് പാസ്സാക്കണം. ആ അപേക്ഷ മേശപ്പുറത്ത് വന്നിട്ട് കുറേ ആയി. ഇവിടെ അതിനുള്ള കാശൊന്നുമില്ല. അവരോട് റോട്ട് പോയി വല്ല ഗാനമേള നടത്താൻ പറ. അതും കൂടെ പഞ്ചായത്തിന്റെ തലയിലിടല്ലേ. നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒരു കുഞ്ഞിന്റെ കാര്യമല്ലേ സാർ? സുനന്ദ, എന്റെ വാർഡ് കയറി അവിടെ നിൽക്കണ്ട, മനസ്സിലായോ? ഓരോന്ന് ഒഴിവാക്കാൻ നോക്കുമ്പോൾ പിന്നെ ഊരാ കൊടുക്കേട്ട് വരും. ചേച്ചി, ഇന്നും പാസ്സായില്ല കേട്ടോ. വിഷമിക്കണ്ട. മോളെ ആശുപത്രി കൊണ്ടുപോകാനുള്ള കാശേ പാൽ സൊസൈറ്റിന്ന് മേടിച്ചോ. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ശരി.